പ്ലസ് ടു കഴിഞ്ഞ് മെഡിക്കൽ മേഖലയിലേക്ക് പോകണം, പക്ഷേ MBBS അല്ലെങ്കിൽ നഴ്സിംഗ് മാത്രമല്ലാതെ ഒരു മികച്ച കരിയർ ഓപ്ഷൻ തേടുന്നവർക്കായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് BPT കോഴ്സ്, അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് BPT എന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയാണ്. ഇതൊരു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സാണ്. ബോഡി മൂവ്മെൻറ്റ് പ്രോബ്ലം, ഇഞ്ചുറീസ്, പാരാലിസിസ്, സ്ട്രോക്ക്, സ്പോർട്സ് ഇഞ്ചുറീസ് എന്നിവ ഫിസിക്കൽ തെറാപ്പി വഴി ചികിത്സിക്കുന്ന ഒരു പ്രൊഫഷനാണ്. മെഡിസിൻ അല്ല, സർജറി ഇല്ല, എക്സർസൈസ്, ഇലക്ട്രോതെറാപ്പി, മാനുവൽ ടെക്നിക്സ് എന്നിവ ഉപയോഗിച്ച് രോഗികളെ ചികിത്സിക്കുന്നതാണ് ഇതിൻ്റെ രീതി. ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷം അക്കാഡമിക് സ്റ്റഡിയും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും, ടോട്ടൽ 4.5 ഇയർ ആണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീമിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമാണ്. മിനിമം 50% ആൻഡ് എബോവ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ചില കോളേജിൽ നീറ്റ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ആവശ്യമായേക്കാം. ഈ കോഴ്സിൻ്റെ അഫിലിയേഷൻ ആൻഡ് റെക്കഗ്നേഷൻ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. BPT കോഴ്സ് പഠിപ്പിക്കുന്ന കോളേജിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ആയിരിക്കണം. അലൈഡ് ഹെൽത്ത് സയൻസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കൗൺസിൽ നോംസ് ഫോളോ ചെയ്യണം. ക്ലിനിക്കൽ ട്രെയിനിങ് ഉള്ള ഹോസ്പിറ്റൽ ടൈപ്പ് ഉണ്ടാവണം. കൂടാതെ ഡോക്ടർ പ്രിഫിക്സ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ എന്ന പ്രിഫിക്സ് യൂസ് ചെയ്തതിന് ശേഷം അവരുടെ നെയിമിന് ശേഷം PT സഫിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ പ്രധാനമായിട്ടും വരുന്നത് ഹ്യൂമൻ അനോട്ടമി, ഫിസിയോളജി, ബയോ കെമിസ്ട്രി, സൈക്കോളജി. സെക്കൻഡ് ഇയറിൽ പാത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, എക്സർസൈസ് തെറാപ്പി. തേർഡ് ഇയറിൽ വരുന്നത് ഓർത്തോപെഡിക്സ്, ജനറൽ മെഡിസിൻ, ജനറൽ ബേസിക്സ്, ഫിസിയോതെറാപ്പി ടെക്നിക്സ്. ഫോർത്ത് ഇയറിൽ വരുന്നത് ന്യൂറോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ, റിഹാബിലിറ്റേഷൻ, ക്ലിനിക്കൽ ട്രെയിനിങ് എന്നുള്ളതാണ്. ഇത് കൂടാതെ ഇലക്ട്രോതെറാപ്പി, ബയോമെക്കാനിക്സ്, കൈൻസിയോളജി പോലെയുള്ള പ്രാക്ടിക്കൽ സബ്ജക്റ്റും ഉണ്ട്. ഇതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ BPT കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന സ്ഥലങ്ങൾ ഹോസ്പിറ്റലുകൾ, റിഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, സ്പോർട്സ് ക്ലിനിക്സ്, പ്രൈവറ്റ് ഫിസിയോതെറാപ്പി ക്ലിനിക്ക്, ഫിറ്റ്നസ് സെൻറ്റർ എന്നിവയൊക്കെയാണ്. ഡിമാൻഡ് വളരെ കൂടുതലാണ്, എസ്പെഷ്യലി സ്പോർട്സ് ആൻഡ് റിഹാബിലിറ്റേഷൻ ഫീൽഡിൽ. ഈ കോഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഡിമാൻഡഡ് ഹെൽത്ത് കെയർ ഫീൽഡാണ്. എബ്രോഡ് ഓപ്പർച്യൂണിറ്റി, നോ ഹെവി കോമ്പറ്റീഷൻ ലൈക്ക് MBBS, ഓൺ ക്ലിനിക്കൽ തുടങ്ങാം, റെസ്പെക്ട്ഫുൾ മെഡിസിൻ പ്രൊഫഷനാണ്. നമുക്ക് ഈ കോഴ്സിൻ്റെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമ്പോൾ കൃത്യമായിട്ട് കോളേജ് സെലക്ഷൻ നടത്തുമ്പോൾ കൃത്യമായിട്ടുള്ള കോളേജ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് നിങ്ങൾക്ക് സ്പോയിലാകിപ്പെടാം. അപ്പോൾ ഈ ഒരു കോഴ്സിൽ മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു കരിയർ BPT മികച്ചൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാനും അഡ്മിഷൻ എടുക്കാനും മറ്റെന്തെങ്കിലും സപ്പോർട്ടിനുമായിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.